പി ജയരാജൻ വധശ്രമക്കേസിൽ ആർഎസ്എസുകാരായ 7 പ്രതികൾക്കും നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ പി ജയരാജൻ നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. ഹൈക്കോടതി ശിക്ഷ നൽകാതെ വിട്ട പ്രതികൾക്ക് വാറണ്ട് അയക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. CPIM നേതാവ് പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ നടപടികൾ വൈകിപ്പിക്കാൻ പ്രതികൾ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വെറുതെ വിട്ട പ്രതികൾക്ക് വാറണ്ട് അയക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച RSS പ്രവർത്തകരായ 6 പ്രതികളിൽ ഒരാളൊഴികെ മറ്റുള്ളവരെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. കേസിലെ 2ാം പ്രതിയായ ചിരുകണ്ടോത്ത് പ്രശാന്തിന്റെ ശിക്ഷ ഹൈക്കോടതി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാരും പി ജയരാജനും സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിൽ സുപ്രീം കോടതി നേരത്തെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. അപ്പീൽ നിലനിൽക്കുന്നതിനാൽ ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 390-ാം വകുപ്പ് പ്രകാരം പ്രതികൾക്ക് വാറണ്ട് അയക്കണമെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നാഗമുത്തു ആവശ്യപ്പെട്ടു. അപ്പീലിൽ ലഭിച്ച നോട്ടീസിന് ഇതുവരെ പ്രതികൾ മറുപടി നൽകിയിട്ടില്ലെന്നും ഇത് കേസിന്റെ നടപടികൾ വൈകിപ്പിക്കാനാണെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ പി ജയരാജൻ നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസിൽ മാർച്ച് 3-ാം തീയതി വിശദമായ വാദം കേൾക്കാൻ ജസ്റ്റിസുമാരായ സുധാൻഷു ദുലിയ, വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് തീരുമാനിച്ചു. 1999 ഓഗസ്റ്റ് 25-ന് തിരുവോണനാളിലാണ് പി ജയരാജനെ കിഴക്കേ കതിരൂരിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. RSS പ്രവർത്തകരായ 9 പേരായിരുന്നു കേസിലെ പ്രതികൾ. കൈരളി ന്യൂസ്, ദില്ലി.